മോനാളി 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 ഭാര്യകൻ അല്ല ഇവനെന്താ തേളുകുത്തിയുമായി ഓർന്നത്? എടാ കൈവളെ, നീ ഇന്ന് കുടുങ്ങിയത് തന്നെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ഇവിടെ? ഇത് എന്റെ വർഷോപ്പാ. സ്വന്തം വണ്ടിയും കമ്പനി വണ്ടികളും ഉൾപ്പെടെ 10-20 വണ്ടികളില്ലേ, അതിന്റെ ജോലിക്ക് വേറൊരു വർഷോപ്പിൽ പോകാനെന്ന് കരുതി ഞാനൊരു വർഷോപ്പ് തുടങ്ങി. ഓഹോ, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ AC കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് ഫിറ്റ് ചെയ്യണം. നാളെ വന്ന് എടുത്തോണ്ട് നോക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, താങ്കൾ പോണം. ഞാൻ നാളെ കാറ് വീട്ടിലെത്തിച്ചോളാം. ഓക്കെ ഓക്കെ. ഇതാ അവിടെ വെച്ചേക്കും. നമ്മുടെ നാരായണനാണ് ഇവിടെ തന്നെ കൊണ്ടുവരണം നിർബന്ധിച്ചത്. അവന് നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ. ഏഷ്യാർന്ന് തയ്യാറെടുക്കണം, MD വത്സമയെ പോലെ. ദരിദ്രവാസി. മുതലാളി ഭാര്യ കിണറ്റിൽ നിന്നാണോ വെള്ളം കുറുന്നെന്ന് ചോദിക്കാൻ വരികയായിരുന്നു. അട്ടിമറി കാരണം ഇന്ന് വാട്ടർ സപ്ലൈ ഇല്ല. കിണറ്റിൽ എന്ന് കേട്ടപ്പോ മുതലാളി ഇറങ്ങി കൂടി. ഞാൻ എന്ത് ചെയ്യാന്? ചേടാ, എന്തെല്ലാം പ്രതീക്ഷകളോടുകൂടിയായിരുന്നു ഞാൻ ഇറങ്ങി ഓടിയെന്ന് തനിക്കറിയാമോ? നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്ന പുതിയ ജീവിതത്തെ പറ്റി എന്തെല്ലാം സ്വപ്നം കണ്ടു. അവിടെ ചെന്നപ്പോ പുട്ടുകുറ്റി പോലെ ഇരിക്കുന്നു. വീണോന്ന് ചോദിച്ചപ്പോ 4 തെറിയും 2 തൊഴിയും. അവര് വരാറായി. സാറേ, എനിക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. അവര് വന്നെന്ന് തോന്നുന്നു. മിണ്ടാതിരുന്നോ? അച്ഛാ, ഇതാണ് ശ്രീ രാമൻ മേനോൻ. നമസ്കാരം. ഇരിക്കൂ. നാരായണൻ അവിടെ? നാരായണൻ വെളിയിൽ പോയിരിക്കുക. അച്ഛാ, ഇതാണ് കൈമൾ. അറിയും. വലിയ ബിസിനസ്സുകാരനാണ്. ഓഹോ, അതിപ്പോഴാ മനസ്സിലായത്. ഓഹോ, അത് ശരി. അപ്പോ നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? മുതലാളി തൊഴിലാളി ബന്ധം. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു അല്ലേ? അതെ അതെ, സുഖമില്ലായിരിക്കുമല്ലേ, അധികം സംസാരിക്കാം. വാദം എന്റെ കാലിന് വായിക്കല്ലോ. എങ്കിലും നമ്മുടെ പരിചയത്തെ കുറിച്ച് കൂടുതൽ സംസാരിച്ചാൽ ദേഹം വിളക്കേണ്ടി വരും. മിസ്റ്റർ കൈമൾ, താങ്ക് യു. നിൽക്കാം. അമേരിക്കയിലൊക്കെ സാധാരണ ആളുകൾ കൂടുതൽ നേരവും നിൽക്കുകയാണ് പതിവ്. ഓഹോ, അതെന്താ അവിടെ കസേരയില്ലേ? ഉണ്ട്, എങ്കിലും ഒരു മിസ്റ്റർ മേനോൻ, നമുക്ക് പോകാം. എനിക്കത് ധൃതിയുണ്ട്. മേനോ സാറിനെ കൊണ്ട് അച്ഛനെ കാണിക്കണമെന്ന് കൈമളിലാരും നിർബന്ധം. ഓഹോ, കണ്ടതിൽ വളരെ സന്തോഷം. ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ വലിയ കൃത്യനിഷ്ഠക്കാരനാ. അറിയാം. നാരായണനോട് ഞാൻ അന്വേഷിച്ചായി പറ. ശരി. സാറിന്റെ പ്ലാൻ പൊളിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ അവന്റെ അമ്മൂമ്മയുടെ ഒരു അമേരിക്ക. സാറേ, സംഗതി ഒത്തുകിട്ടിയ കല്യാണത്തിന് എന്നെ ക്ഷണിക്കണം. നല്ലൊരു സദ്യ കൊണ്ടിട്ട് കുറെ കാലമായി കേട്ടോ. തല്ലും തന്നു വേണം നിന്നെ അയക്കാനുള്ളത്. പിന്നെ ഞാനായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. മുതലാളി, നീ ഒന്നും പറയണ്ട. ഇനിയും നിന്നെ ഞാനിവിടെ വെച്ചോണ്ടിരുന്ന നാളെ ഈ വർഷാപ്പും എന്നെയും ചേർത്ത് നീ മറ്റു വല്ലവർക്കും വിറ്റ് കാശാക്കും. ശമ്പളം കുറച്ചായാലും മതി മുതലാളി, എനിക്ക് എല്ലാ പണിയും അറിയാം. നിനക്ക് എല്ലാ വൃത്തികെട്ട പണിയും അറിയാം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. നീ വേഗം സ്ഥലം വിടും. അപ്പൊ എനിക്ക് പണിയില്ല? ഇല്ല. ഒരാൾക്ക് ജോലി കൊടുക്കാൻ തന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണോ മുതലാളൻ പറഞ്ഞ് ഇവിടെ കയറിയിരിക്കുന്നത്? ഗുഡ് ബൈ. അങ്ങനെയാണെങ്കിൽ വിവാഹം ഉടനെ നടത്തിക്കളയാം. പാസ്പോർട്ട് ഉണ്ടല്ലോ അല്ലേ? ഉടൻ തന്നെ ഹണിമൂൺ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. എന്റെ ബന്ധുക്കളെല്ലാം പുറത്താണ്, അതുകൊണ്ട് വിവാഹത്തിന് ആരും ഉണ്ടാവില്ല.
അത് സാരമില്ല, അതിനെന്താ അവരെല്ലാം അങ്ങോട്ട് പോയി കാണാമല്ലോ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഉടൻ തന്നെ ഒരു നല്ല മുഹൂർത്തം നോക്കിച്ച് കളയാം. നാളെ നല്ലൊരു മുഹൂർത്തം ഉണ്ടെങ്കിൽ നാളെ നടത്താൻ ഞാൻ തയ്യാറാണ്. കാറില്ല, ഞാൻ നടന്നാ വന്നത്. വാക്കിംഗ് നല്ലൊരു വ്യായാമോ. അത് ശരിയാ, ഇന്ന് മുതൽ ഞാനും നടന്ന് ശീലിക്കാൻ പോവാ. ഇരുന്നിരുന്ന് കുമ്പ വലുതായി. ആഹാ. ഒരു ഗ്ലാസ് കൂടെ ഒഴി. നാളെ നേരത്തെ വരണം. നിങ്ങളുടെ വാദം മാറിയോ? വാദമോ? ഒരു പോക്കിരുന്ന മഴയുണ്ടല്ലോ. നോക്കണോ എനിക്ക് വാദമോ ഗീതമോ ഉണ്ടോന്ന്? എന്നെ മനസ്സിലായോ? രാമമേനോൻ. ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. അങ്ങനെ വിടാൻ പറ്റില്ല. നിങ്ങളവിടെ സോറി. സാറേ, ഒരു നീലക്കുപ്പായിട്ടൊരു മധ്യവയസ്കൻ ഇതിലെങ്ങാൻ പോകുന്നുണ്ടോ? ആരും ഇതിലേ പോയില്ല സാറേ. പോയി. കള്ളക്കളവൻ അന്തപ്പെട്ട ഹോട്ടലല്ലേ ഓടുന്നത്. വയസ്സുകാലത്ത് അയാൾ രക്ഷപ്പെട്ടു. അപ്പാ എടോ നാരായണ, എന്തോ തന്റെ അച്ഛന്റെ അസുഖം എങ്ങനെയുണ്ട്? കുറച്ച് കുറവുണ്ട്. അസുഖം മുഴുവൻ മാറുന്നതിന് മുമ്പ് പട്ടയടിക്കുന്നത് നല്ലതല്ലെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേക്കണം. ദേഹമിളകി ഓടരുതെന്ന് പറയണം. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയേണ്ടി വന്നു എന്ന് വെച്ചോളൂ. കൈമളുടെ വർക്ക്ഷോപ്പ് എങ്ങനെ നടക്കുന്നു? കുഴപ്പമില്ല. അമേരിക്കയിലും ഒന്ന് തുടങ്ങണം എന്ന് കരുതിയിരിക്കുകയാണ്. ഓഹോ, നല്ലതാണ്. തനിക്ക് നല്ല ജോലി അറിയാമല്ലോ. പിന്നെ അമേരിക്കയിലൊക്കെ ആൾമാറാട്ടത്തിന് കടുത്ത ശിക്ഷയല്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? ഇന്ത്യയിൽ ആൾമാറാട്ടം വലിയ കുറ്റമാണ്. അമേരിക്കയിൽ അതിലും വലിയ കുറ്റമാണോ എന്ന് അറിയണം. എന്നിട്ട് വേണം അമേരിക്കൻ പോലീസിനെ വിളിക്കണോ ഇന്ത്യൻ പോലീസിനെ വിളിക്കണോ എന്ന് തീരുമാനിക്കാൻ. എന്തിനാ? തന്നെ അറസ്റ്റ് ചെയ്യാൻ. പോണോടെ. നിനക്കൊക്കെ തട്ടിക്കളിക്കാനുള്ള പന്താണെന്ന് കരുതിയ രാമമേനോൻ. എടാ, നിന്നെ പോലുള്ള സാമൂഹ്യ ദ്രോഹികൾ വലിയവന്മാർ ചമഞ്ഞ് എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്, എത്ര കുടുംബങ്ങൾ തകർത്തിട്ടുണ്ട്.